കണ്ണൻ ഇനിയും വന്നില്ലല്ലോ ദുർഗയെ. എന്റെ ചേട്ടാ, അവൻ അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ പോയതല്ലേ. അനന്തുവിനോടും റിയാസിനോടും ഒക്കെ സംസാരിച്ചോണ്ടിരുന്നല്ലേ പിന്നെ അവന് സമയം പോകുന്നതേ അറിയില്ല. അനന്തു വന്ന 1-2 ദിവസം അവൻ അനന്തുവിനോടൊപ്പം കൂടുമല്ലോ. പക്ഷേ ഇപ്പൊ ഇവിടെ ഒരു പെങ്കൊച്ചുള്ളത് കൊണ്ട് അവൻ ഉറപ്പായിട്ടും മടങ്ങി വരേണ്ടതാ. എന്റെ ചേട്ടാ, കുറച്ചു കഴിയുമ്പോഴേ അവൻ അവളെ മടുക്കും. പിന്നെ പുറത്തു പോയാലേ മടങ്ങി വരത്തൊന്നും ഇല്ലെന്നേ. ഇന്നും മടങ്ങി വരില്ല എൻ്റെ പെങ്ങളെ. അവൻ്റെ ആയുസ് അവനെ വിട്ട് പോയോ അതോ ഇനി ഇത്തിരി ആയുസ് ബാക്കിയുണ്ടോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. എന്തായിരിക്കും വരാത്തത്? നേരത്തെ വരുന്നു പറഞ്ഞതുമാണല്ലോ. വാമേട്ടാ, ഒരുത്തി ഇങ്ങോട്ട് വന്ന ശേഷം അവൻ പഴയതുപോലെ ഇങ്ങോട്ട് വരാറില്ലല്ലോ. മേഘനെ ഇടയ്ക്കൊന്ന് വന്ന് മുഖം കാണിച്ചിട്ട് പോയതാ. അവൾ ആള് ശരിയല്ലെന്നാ മേഘം പറയുന്നത്. ജാതകദോഷമുള്ള പെണ്ണ. അവളുടെ തല കണ്ടപ്പോ തന്നെ അവിടെ അച്ഛൻ്റെ തല തെറിച്ചു. ഇനി കണ്ണനൊന്നും സംഭവിക്കാതിരുന്നാ മതി. അതെ, ഏട്ടനോട് ആയതുകൊണ്ട് പറയണമല്ലോ. കണ്ണന്റെ അച്ഛൻ പോയ ശേഷം അവനും കൂടെ പോയില്ലല്ലോ എന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോ അവൻ അവന്റെ അച്ഛനൊപ്പം പോകാതിരുന്നത് കഷ്ടമായി പോയല്ലോ എന്നാ എനിക്ക് തോന്നുന്നത്. അവന് നേരത്തെ തന്നെ ഒരു വലിയേട്ടൻ ചമയലുണ്ടായിരുന്നു. ഇപ്പോ ഒരു മഹാലക്ഷ്മി വന്ന ശേഷം അതിത്തിരി കൂടുതലാ. അവൾക്ക് മുമ്പിൽ ആളാവാൻ വേണ്ടി എല്ലാവരെയും അടക്കി നിർത്തിയിരിക്കുക. ഇപ്പതേ എന്റെ മരുമോളും പിണങ്ങി പോയില്ലേ. നീ ഒന്ന് സമാധാനപ്പെടു ദുർഗേ. പോയവരൊക്കെ മടങ്ങി വരും. ഇനി ജീവനോടെ മടങ്ങി വരാത്തത് അവൻ മാത്രമാ, ആ കാലിന് സ്വാധീനമില്ലാത്തവൻ. അവന്റെ അച്ഛൻ കിടന്ന് പൊളഞ്ഞപ്പോ അവന് കൃത്യസമയത്ത് മരണം കൊടുത്തതാ. അത് തന്നെ ഇപ്പൊ അവന്റെ മോനും പിടിച്ചു വാങ്ങിയിരിക്കുക.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.